അപ്പോൾ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലെ വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ പൊന്മുടിയിൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നും എൻ്റെ ചാനലിൽ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, അന്നും നമ്മളിങ്ങനെ ഇറങ്ങാൻ നേരത്ത് മഴയായിരുന്നു. കണ്ടോ, ഇപ്പോഴും മഴയാണ്. കണ്ടോ മഴയാണ്. ഇന്ന് നമ്മൾ അപ്പോൾ പൊന്മുടിയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് തന്നെ ഒക്കെ റെഡിയാക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു 2-2:30 ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ 3 മണിയായി. അപ്പോൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. പക്ഷെ നല്ല മഴയാണ്. ഇത്തവണ ഞാൻ ഡ്രൈവ് ചെയ്യണില്ല കേട്ടോ. ഇത്തവണ നമ്മൾ വേറൊരു വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ സുനി ചേട്ടൻ്റെ വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ വരും. എന്നിട്ട് നമുക്ക് ഇത്തവണത്തെ പൊന്മുടി വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് കാണാം. റെഡി ആയിട്ടുള്ളവരെ കാണിച്ചു കേട്ടോ. നമ്പർ 1 ദിയ റെഡി ചെയ്യാം. പോവാൻ റെഡി. എങ്ങോട്ടാണ് പോകുന്നത്? പൊന്മുടി. അത് കഴിഞ്ഞിട്ടാ അമ്മ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പൊന്മുടി പോവാൻ. എല്ലാവരും മഴ ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ്. അടുത്ത് ചേച്ചി അവളും റെഡി ആയിട്ട് നിൽക്കാണ്. വണ്ടി വന്നില്ല, എല്ലാവരും വണ്ടി കാത്തു നിൽക്കുകയാണ് ഗൈസ്. ഹിമന്തപുത്രനെ കാണിച്ചു തരാം ഗൈസ്. എവിടെ എങ്ങടാ പറയേ, എങ്ങടാ? അച്ഛനെ കാണിച്ചു തരാം. അച്ഛൻ പൊന്മുടിയിൽ പോകാനാണ് ഈ തലയിൽ കെട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അച്ഛൻ എവിടെ പോയാലും ഈ കെട്ട് വെച്ചോണ്ടേ പോകുന്നത്. ഹെൽമെറ്റിന് ഈ തുണി വെച്ചാണ് അച്ഛന് ശീലമായതല്ലേ? അല്ലേ? ഹെൽമെറ്റിന്റെ അടിയിൽ ഈ തുണി വെച്ച് ഇപ്പൊ അത് വയ്ക്കാതിരിക്കാൻ പറ്റണല്ലേ? അങ്ങനെയായിട്ടാണ് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ഹായ്. ഗൈസ്, നമ്മുടെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ല നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ പൊന്മുടി പോയില്ല. ഇവിടെ അമ്പൂരി പാലം, പുതിയ പാലം പണിത് ഉണ്ടായിരുന്നുണ്ടോ. ഇവിടെ കുറേ പേര് വന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ വന്ന് ഈ പാലം കാണാൻ വെച്ചിട്ട് ഇവിടെ നല്ല വ്യൂ ഒക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അടിപൊളി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ. കോട ഇറങ്ങുന്നുണ്ട്, നല്ല കറക്റ്റ്. അതിനിവിടെ വന്നിട്ട് ഇവിടെ സൂപ്പറായിട്ടുണ്ട്. കാരണം നല്ല ഈ മലയൊക്കെ കാണാൻ പറ്റും. ഈ പുഴയൊക്കെ സൂപ്പറാണ് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ ഇപ്പം ഇങ്ങനെ മഴ പെയ്ത് കിടക്കണ കാരണം നല്ല തണുപ്പും ഇതൊക്കെ ഉണ്ട്. നല്ല ഒരു വ്യൂ കിട്ടും കേട്ടോ. ഇവിടെ വന്നാൽ നമുക്ക് ഇവിടെ ഒരു മാതാവിൻ്റെ കുരിശ് നടയൊക്കെ ഉണ്ട് കേട്ടോ. വരുന്നവർക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. എന്താണ് ഈ പാലം തുടങ്ങാൻ കാരണം? പണ്ട് ഈ പാലം ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴാണ് ഉണ്ടായിരുന്നത്. കുടുംബം ഇതിനകത്ത് അവർക്ക് വേണ്ടിയുള്ള ഒരു പാലം നിർമ്മിച്ചു കൊടുത്തു ഹരീന്ദ്രൻ MLA. അതാണ് ഈ പാലം ഇങ്ങനെ വരാൻ കാരണം. ഇക്കരെ കൂടുതലും ആദിവാസികളാണല്ലേ. ആദിവാസികളാണ്. അവർക്ക് വേണ്ടിയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലൊക്കെ പോവാനും എത്താനും വേണ്ടിയിട്ട് ആ പാലം പണിഞ്ഞത്. അതുവരെ ഇവിടെ ഈ പാലം ഇല്ല. അവര് ബോട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവർക്ക് ഈസിയായി. അങ്ങനെ ഇക്കരെയുള്ള കുറെ ആദിവാസി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ പാലാണ് കേട്ടോ. കണ്ടോ? പക്ഷെ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കാൻ നല്ല വ്യൂ ആണ് നമുക്ക്. എന്തായാലും അവർക്കൊക്കെ ഇപ്പോൾ ഒരു വലിയ സഹായമായിട്ടുണ്ട് ഈ പാലം. ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് അങ്ങ് മുകളിലേക്ക് ഫുള്ള് നമ്മുടെ ആദിവാസികളാണ്. അപ്പോൾ അവർക്ക് പണ്ട് ഈ പാലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവർക്ക് ഈ ഹോസ്പിറ്റലിൽ പോകാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കെട്ടിക്കൊടുത്ത പാലാണ്. എന്തായാലും അടിപൊളി, നല്ല സ്ഥലം.